അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്നുള്ള സിനിമ കണ്ടു. അതും സാധാരണ സ്ക്രീനിലല്ല, ഐമാക്സിൻ്റെ സ്ക്രീനിലാണ് കണ്ടത്. ഇത് ഫുൾ ആൻഡ് ഫുൾ ഐമാക്സിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അങ്ങനെ നമ്മൾ സാധാരണ സ്ക്രീനിൽ കാണുന്നത് ശരിയല്ലല്ലോ. എന്തായാലും അപ്പോൾ നമ്മൾ സാധാരണ സ്ക്രീനിൽ ഈ സിനിമ കാണുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നേരെ ഐമാക്സിൽ പോയി കണ്ടു. പിന്നെ ഞാനൊരു ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ കാണാൻ പോയത്. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ എനിക്ക് ചിക്കൻ ബിരിയാണി മാത്രമല്ല, കുറച്ച് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു സംഭവമാണ് തന്നത്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ കണ്ടപ്പോൾ കിട്ടിയത് കേട്ടോ. സാധാരണ സ്ക്രീനിൽ ഐമാക്സ് സിനിമകളാണെങ്കിൽ ക്രോപ്പ് ചെയ്ത വേർഷൻ ആയിരിക്കും വരും. ഐമാക്സിൽ നമുക്ക് ഓരോ മുക്കും മൂലയും അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടായിരിക്കും. വിഷ്വൽ ക്വാളിറ്റി മാത്രമല്ല, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എല്ലാം കൊണ്ടും ഗംഭീര പടം. നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിരിക്കും ഗ്രീക്ക് കാലഘട്ടത്തിലേക്ക് പോയ പോലെ തോന്നി. സോ അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് സിമ്പിളായിട്ട് പറയാം, സ്പോയിലേഴ്സൊന്നുമില്ല. ഒരുവിധം പേർക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഹോമറിൻ്റെ ഗ്രീക്ക് കൃതിയായിട്ടുള്ള ഒഡീസിയുടെ അഡാപ്റ്റേഷനാണ്. ഈ സിനിമയിൽ ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറേ ഫാൻറ്റസി എലമെൻറ്റ്സും അതുപോലെ തന്നെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി. നിങ്ങൾ ട്രോയ് എന്നുള്ള സിനിമ കണ്ടിട്ട് നമ്മൾ ഒഡീസി എന്നുള്ള ബുക്കൊക്കെ വായിച്ചിട്ട് ഇത് ഫുൾ ആൻഡ് ഫുൾ ഒരു വാർ സിനിമയാണെന്ന് പ്രതീക്ഷിച്ചിട്ട് പോകണ്ട. ഇതിൽ കുറച്ച് വാറും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിൽ കൂടുതലായിട്ട് വരുന്നത് ആ വാർ കഴിഞ്ഞിട്ടുള്ള ആ ട്രോജൻ വാർ ഉണ്ടല്ലോ, ആയിട്ടുള്ള ഹെലനോസ് സ്പാർട്ടേനെ ട്രോയ് രാജവംശത്തെ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നതാണ് സാധാരണ ഹോമറിൻ്റെ ഒഡീസിയിലുള്ളത്. പക്ഷേ ഇതിൽ വന്നിട്ട് ആഫ്റ്റർ ദി വാർ, ഈ ട്രോജൻ വാറിന് ശേഷം ഒഡീസീസ് എന്നുള്ള കിങ് അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ് ഈ സിനിമയുടെ സ്റ്റോറി. ആ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒഡീസിയസ് നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട്. സോ ഇതിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറേ ഫിക്ഷൻ ഫാൻറ്റസി കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഫീൽ നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ ഒരു നോർമൽ ഒരു ഒഡീസി കഥ വായിച്ചിട്ട് അല്ലെങ്കിൽ അത് അറിഞ്ഞതിന് ശേഷം നമ്മളത് കാണുമ്പോൾ ഇതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ടോട്ടലി മാറ്റിമറിക്കും. നമ്മൾ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വിഷ്വലായിട്ടും. അതായത് സ്ക്രീൻ പ്ലേ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബുക്ക് വായിച്ച് അല്ലെങ്കിൽ ഈ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് പോയ നമ്മളെ മൊത്തത്തിലൊരു മാറ്റിമറിച്ച് വേറെ ഏതോ വേൾഡിലോട്ട് കൊണ്ടുപോകുന്നതാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അത് ഈ സിനിമയിലുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിലും അദ്ദേഹം ഇതിൽ കുറേ ജെയിൻ്റ് ആയിട്ടുള്ള ക്രീപ്പി ആയിട്ടുള്ള കുറേ ജീവികളുണ്ട്. അതുപോലെ തന്നെ വിച്ച്, മന്ത്രവാദിനി. സോ അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. കുറേ ബുക്കുകളിൽ വായിച്ചിട്ടുള്ളതും കഥകളിൽ കേട്ടതും കുറേ സിനിമകളിൽ കണ്ടതുമായിട്ടുള്ള കുറേ ക്രീപ്പി ആയിട്ടുള്ള ജെയിൻ്റ് ആയിട്ടുള്ള ജീവികൾ, അതുപോലെ തന്നെ മന്ത്രവാദിനി, വിച്ച്, അതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതിനൊക്കെ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ കോൺസെപ്റ്റിനെയൊക്കെ മാറ്റിമറിച്ചിട്ടാണ് ഇതിലുള്ള ആ ജീവികളെയും ആ മന്ത്രവാദിനെയൊക്കെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടാവില്ല. ആ രീതിയിലാണ് ക്രിസ്റ്റഫർ നോളൻ അത് തിങ്ക് ചെയ്തിട്ട് ആ ക്യാരക്ടറിനെയൊക്കെ മാറ്റിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇത് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്ന് തന്നെയാണ് വേണമെങ്കിൽ പറയാം. എല്ലാ ടെക്നിക്കൽ വൈസ് എല്ലാം ആണെങ്കിൽ തന്നെ ഒരുപാട് CG ഒന്നും യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ സിനിമയിൽ നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ഫാൻറ്റസി സിനിമയിൽ കുറേ VFXും CGയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ആകെ നമുക്കെന്നെ മനസ്സിലാവും ഇത് കണ്ട CG ആണ്, VFX ആണ് എന്നൊക്കെ. ചിലതൊക്കെ പാളിപ്പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്, എത്ര ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിലും ശരി. പക്ഷേ ഇതിൽ CG VFX ഒക്കെ പക്കയായിട്ടാണ്, അതിന് മീറ്റർ പിടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓവറാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ റിയൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ശരി, അതിൻ്റെ ആർട്ട് വർക്ക്, അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി, ഇതിൽ ചെയ്തിരിക്കുന്ന CG, അതെല്ലാം പെർഫെക്റ്റ് മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനൊരു കാണുന്ന സമയത്ത് നമുക്കത് ഓക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമയും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്കും എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഈ സിനിമയിൽ എനിക്ക് കുറച്ച് ലാഗൊക്കെ തോന്നി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗും കുറച്ച് സ്ലോനെസ് ഒക്കെ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഐമാക്സിൽ കാണുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ കുറേ സീൻസ് ഞാൻ നോട്ട് ചെയ്തിരുന്നു. അതിൽ കുറേ സീൻസ് ബ്ലറായി പോയിട്ടും ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് പോയതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ സിനിമ കാണുന്ന സമയത്ത് മിഡിലും അല്ല കുറച്ച് ഫ്രണ്ടിലും അല്ലാത്ത രീതിയിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയിരുന്നത്. ബാക്കിയെല്ലാ സീറ്റും ഫുള്ളായിരുന്നു. സോ ഇതിൻ്റെ വലിയ സ്ക്രീനാണല്ലോ, അപ്പം നമുക്ക് കുറച്ച് അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വിഷ്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും എററായിരിക്കും, എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇനി ആ സ്ക്രീനിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറേ നോട്ട് ചെയ്തപ്പോഴും ഇത് ബ്ലറായിട്ടും ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. നിങ്ങളാരെങ്കിലും ഐമാക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഒഡീസിയസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് മാറ്റ് ഡാമനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അദ്ദേഹത്തിന് അറിയാമല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അദ്ദേഹം നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അതുപോലെ തന്നെ അന്ന ഹാത്വേ ഈ ഒഡീസിയസിൻ്റെ വൈഫായിട്ട് വരുന്നുണ്ട്, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടേഴ്സും. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ സിനിമയിൽ സ്പൈഡർമാനായിട്ട് അഭിനയിച്ചിട്ടുള്ള ടോം ഹോളണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ഓക്കെ എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതായത് ഈ ഒഡീസിയസിൻ്റെ മകനായിട്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടർ. പക്ഷേ എന്താ പറയുക, മോശം എന്ന് പറയുന്നില്ല, പക്ഷേ ആ ക്യാരക്ടർ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളൻ മേ ബി അദ്ദേഹം ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു മീറ്റർ അതായിരിക്കാം. അതുപോലെ തന്നെ പിന്നെ സിൻഡിയ അഭിനയിച്ചിട്ടുണ്ട്. സിൻഡിയ ഇതിൽ കുറച്ച് സീൻസിലൊക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പാറ്റിസൺ, നമ്മുടെ ബാറ്റ്മാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ലാസ്റ്റ് ബാറ്റ്മാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പാറ്റിസൺ ഉണ്ട് ഇതിൽ. ആ പാറ്റിസൻ്റെ ഒരു വില്ലനിസം കലർന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ആവുന്ന വിധത്തിൽ തന്നെയാണ് പുള്ളിക്കാരുടെ ഒരു ആക്ടിങ്ങും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് ആ ഫൈറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫൈറ്റൊന്നും ചെയ്യാതെ കീഴ്പ്പെടുത്തുന്ന പോലെ തോന്നി. ഒന്നും കൂടെ ചെയ്യായിരുന്നു. പിന്നെ എന്താ പറയുക, പല സീൻസും എന്താ പറയുക, നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യില്ലോ, മോർ ഇനിയും വേണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നി, അയ്യോ ഇതോടെ തീർന്നു, എത്രത്തോടെ തീർന്നു, ആ സീൻസ് ഇനിയും കൂടെ കുറച്ചും കൂടെ എലവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിരുന്നു. അല്ലെങ്കിൽ പല സീൻസും എനിക്ക് തോന്നി, ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഫാൻറ്റസി എലമെൻറ്റുകളാണെങ്കിലും ശരി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഡിയൻ എന്ന നിലയ്ക്ക്, പിന്നെ നമ്മൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു ഫാൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഗംഭീര പടം തന്നെയാണ്, മോശം പടം എന്നല്ല പറയുന്നത്, ഇത് ഗംഭീര പടമാണ്. എന്താ പറയുക, ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊരു സിനിമയിലും ഓരോരുത്തർക്കും ഓരോ നെഗറ്റീവ്സൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിലാണ് ഈ ഒഡീസി എന്നുള്ള ഒരു അഡാപ്റ്റേഷൻ എടുത്ത് സിനിമയാക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പകരം വേറൊരു ഡയറക്ടറാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വാർ സീക്വൻസ് അധികം ചെയ്തേക്കാം, കുറച്ചും കൂടെ ആക്ഷൻ വൈസ് കുറച്ച് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ മെലോ ഡ്രാമ ടൈപ്പിൽ എടുത്തേക്കാം. എക്സാമ്പിൾ ഈ പൊന്നിയിൻ ചെലവനൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഡ്രാമാറ്റിക് മെലോ ഡ്രാമ ടൈപ്പിൽ പോയ പോലെ തോന്നി, അതുപോലെയൊക്കെ എടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ രാജമൗലിൽ ചെയ്തിരിക്കുന്ന എന്താ പറയുക ബാഹുബലി ടൈപ്പ് അതിന് വേറെ ആരെങ്കിലും എടുത്ത് അതുപോലെ പോയേക്കാം. ഈ ട്രോയ് എന്നുള്ള സിനിമയൊക്കെ ഫുൾ വാറിനെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നല്ലോ എടുത്തിരിക്കുന്നത്. സോ ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തമായിട്ട് ഫാൻറ്റസിയും അഡ്വഞ്ചറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അഗംഭീര സിനിമയാണ് തന്നിരിക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ സിനിമ കാണുന്നതിന് മുന്നേ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ഒരു ഒഡീസി എന്താണ് സംഭവം, കഥാപശ്ചാത്തലം, ഇതൊക്കെ കുറച്ച് അറിഞ്ഞിരുന്നിട്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. കാരണം ഈ ക്യാരക്ടേഴ്സ് കുറേ വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇത് ഏതാ ക്യാരക്ടറും, ഇവരും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അങ്ങനെ പല തോട്ടുകളും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കും. സോ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മിത്തോളജിക്കൽ ഫാൻറ്റസിയും എലമെൻറ്റും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഈ സിനിമ ഇങ്ങനെ മൂവ് ആകുമ്പോൾ നമ്മൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ ബാക്കിയുള്ള സ്റ്റോറി മനസ്സിലാവില്ല. സോ അതൊക്കെ മനസ്സിലാക്കി സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഷ്വൽ ട്രീറ്റും സൗണ്ട് ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ് തന്നെയാണ് സിനിമ ഉള്ളത്. പിന്നെ ഇത് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എയർ സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ പോലും കുറച്ച് സെക്ഷൽ സീൻസും ചെറിയ രീതിയിലുള്ള ഇൻറ്റിമസി സീൻസൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ കുറച്ച് വാർ ടൈപ്പ് സീൻസും വെട്ടുന്നതും ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്രൂട്ടലല്ല, കുറച്ച് വാർ സീക്വൻസ് വരുന്ന സമയത്ത് അറിയുള്ളൂ, ബ്ലഡ് ഷീറ്റ് പരിപാടി ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ കൊണ്ട് പോവാതെ 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ ചോയ്സ്. എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ട ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ഐമാക്സിൽ കണ്ട ആളുകളാണെങ്കിൽ ഐമാക്സ് എക്സ്പീരിയൻസും കൂടെ ചേർത്തിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സോ തീർച്ചയായിട്ടും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഒഡീസി.